ഹായ് സ്റ്റുഡൻസ്, മെത്തേഡ്സ് ഓഫ് വാല്യൂഷൻ ഓഫ് ഗുഡ് വില്ലാണ് ഇവിടെ പറയുന്നത്. പാർട്ട്ണർഷിപ്പിൽ വരുന്നതാണ് ഇത്. ഇപ്പം ഗുഡ് വിൽ എന്താണെന്ന് ആദ്യം അറിയണം. ഗുഡ് വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ റെപ്യൂട്ടേഷൻ. അതായത് ഒരു ബിസിനസ് സ്ഥാപനം പ്രശസ്തിയിലൂടെ നേടിയെടുക്കുന്ന ഒരു അസറ്റാണ് ഗുഡ് വിൽ. അപ്പോൾ ആ ഗുഡ് വിൽ ഉണ്ടാവണമെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങളിൽ അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് ഗുഡ് വിൽ കിട്ടുള്ളൂ. ഒരു സ്ഥാപനം തുടങ്ങി ആരംഭിച്ച ആ വർഷത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ വർഷത്തിൽ തന്നെ ഗുഡ് വിൽ കിട്ടാനുള്ള ഉണ്ടായിരിക്കില്ല. അതായത് പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ സെയിൽസ് കൂടണം. അപ്പോൾ അവർ തുടക്കത്തിലുള്ള വർഷങ്ങൾ, ആദ്യ വർഷങ്ങളിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂയിങ് ബിസിനസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ മെത്തേഡിലാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത് വാല്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു പുതിയ മെമ്പറെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയ പാർട്ട്ണർ വരുവാണെങ്കിൽ ആ പാർട്ട്ണർക്ക് അഡ്മിറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് ഇയർ മുതൽ ആ പാർട്ട്ണർക്ക് പ്രോഫിറ്റ്, അതായത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ആ പാർട്ട്ണർക്കും കൂടി കിട്ടും. പക്ഷേ ആ പാർട്ട്ണർക്ക് ആ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, അതായത് ഒരു എഫേർട്ടും എടുക്കാതെയാണ് പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്ത ആ പാർട്ട്ണർക്ക് പാർട്ട്ണർഷിപ്പിലുള്ള പ്രോഫിറ്റ് കിട്ടുന്നത്. അതിന് മുന്നേ ഈ പാർട്ട്ണർ വരുന്നതിന് മുന്നേ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ട് കിട്ടിയ ഗുഡ് വില്ലിലൂടെയുള്ള പ്രോഫിറ്റ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ പുതുതായിട്ട് വരുന്ന പാർട്ട്ണർ ആ ഗുഡ് വില്ലിൻ്റെ ഒരു ഷെയർ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് ഗുഡ് വിൽ, അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സെക്കൻഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, തേർഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വീണ്ടും രണ്ടായിട്ട് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും. സൂപ്പർ പ്രോഫിറ്റിന് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട്. ദെൻ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ഫോമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാത്തിനും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ് ആവശ്യമാണ്. കാരണം പ്രോഫിറ്റ് വെച്ചിട്ടാണല്ലോ ഒരു ഗുഡ് വില്ലിൻ്റെ റെപ്യൂട്ടേഷൻ, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് വിൽ മനസ്സിലാക്കുന്നത്. അപ്പം പ്രീവിയസ് ഇയറുള്ള പ്രോഫിറ്റ് തന്നാൽ മാത്രമേ നമുക്ക് ഈ ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 3 മെത്തേഡ് ആദ്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഈ ഫസ്റ്റ് മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ വരുന്ന സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. അതിവിടെ വെച്ചിട്ടുണ്ട്, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഈ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഗുഡ് വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഫോമുലയാണ് ഗുഡ് വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പം നമുക്കതെങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ ഇതാണോ നമ്മൾ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തെ ആദ്യത്തെ 3-4 വർഷം അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു പുതിയ വ്യക്തി ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് വാങ്ങുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഒരു പുതിയ മെമ്പർ അഡ്മിറ്റ് ചെയ്യുക, അങ്ങനെ അത് വരുവാണെങ്കിൽ ഈ 2 കേസിലും ആ പുതിയ ഓണറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3-4 വർഷം പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ എക്സിസ്റ്റിംഗ് ബിസിനസ് ആയതുകൊണ്ട് പഴയ പാർട്ട്നേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ടുണ്ടായ ഗുഡ് വിൽ പ്രകാരം ഈ ചേഞ്ച് ചെയ്ത്, അതായത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അതിൽ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് തരാം. അതായത് പ്രീവിയസ് ഇയറിൽ എത്രയാണോ അതേ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് തന്നെ കിട്ടാനുള്ള ചാൻസ് എത്രത്തോളം ഒരു 3-4 വർഷം ഉണ്ടായിരിക്കും. അതായത് ആദ്യത്തെ ഒരു പുതിയ ബിസിനസ് ആണെങ്കിൽ ആദ്യത്തെ 3-4 വർഷം പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് പുതിയ വേറൊരു ഓണർ എടുക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു വ്യക്തി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ പുതിയ മെമ്പർ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പുതിയ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതിയ ബിസിനസ്സാണ്, പക്ഷേ അത് ഇപ്പോൾ നിലവിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ
ആ പഴയ പാർട്ട്ണർ അല്ലെങ്കിൽ പഴയ ബിസിനസ്മാൻ്റെ എഫേർട്ട് കൊണ്ടായിരിക്കും ഈ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പുതിയ വ്യക്തി ആ ബിസിനസ് വാങ്ങിയതിന് ശേഷം പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആദ്യത്തെ 3-4 വർഷം അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എടുക്കേണ്ടത്. 2 ഇയേഴ്സ് ആണോ, 3 ഇയേഴ്സ് ആണോ, അല്ലെങ്കിൽ 4 ഇയേഴ്സ് ആണോ. അതായത് പാസ്റ്റ് മെമ്പേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ട് കിട്ടുന്ന എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എത്ര വർഷത്തേക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. പ്രീവിയസ് ഇയറിലുള്ള പ്രോഫിറ്റ് 1 വർഷത്തെ തല തന്നിട്ടുണ്ടായിരിക്കും, 3-4 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കാണാൻ എത്ര വർഷത്തെ പ്രോഫിറ്റാണോ തന്നത് ആ പ്രോഫിറ്റൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് അത്രയും ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിപ്പോൾ 4 വർഷത്തെ പ്രോഫിറ്റാണ് തന്നതെങ്കിൽ 4 വർഷത്തെ പ്രോഫിറ്റും ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, ക്വസ്റ്റ്യനിൽ എത്രയാണോ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പറ്റി തന്നിട്ടുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നോക്കാം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ് ഫോർമുല. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പ്രോഫിറ്റും തന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് പ്രോഫിറ്റ് അങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ വെയ്റ്റും തന്നിട്ടുണ്ടായിരിക്കും. വെയ്റ്റിൻ്റെ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള പ്രോഫിറ്റ് അതിൻ്റെ ട്രെൻഡായിട്ടാണ്, അതായത് പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് ആണ് മനസ്സിലാക്കുന്നത്. പ്രീവിയസ് ഇയറിലുള്ള പ്രോഫിറ്റ് നോക്കിയിട്ടാണ് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം തൊട്ടടുത്ത വർഷങ്ങളിലുള്ളതായിരിക്കും റീസെൻറ്റ് ട്രെൻഡ്. അപ്പം തൊട്ടടുത്ത വർഷങ്ങളിൽ കൂടുതൽ വെയ്റ്റും പിന്നോട്ട് പോകുന്നതിനനുസരിച്ച് വെയ്റ്റ് കുറഞ്ഞിട്ടുമായിരിക്കും ഇടുക. അതായത് റീസെൻറ്റ് പ്രോഫിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ഒരു എസംഷനിലാണ് വെയ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം തന്ന പ്രോഫിറ്റിനാ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം വെയ്റ്റഡ് പ്രോഫിറ്റ് കിട്ടും. വെയ്റ്റഡ് പ്രോഫിറ്റിൻ്റെ ടോട്ടൽ കണ്ടതിന് ശേഷം ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്. അങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഇടാം. ക്വസ്റ്റ്യനിൽ 3 ഇയേഴ്സ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതായത് 31 മാർച്ച് 2019 പ്രോഫിറ്റ് 40,000, 30,000 മാർച്ച് 2020 60,000 പ്രോഫിറ്റ്, 30,000 മാർച്ച് 2021 50,000 പ്രോഫിറ്റ്. അതുപോലെ വെയ്റ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 2019 1, 20 2, 21 3. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ 3 ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ കോളം വരച്ചിട്ട് വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന പ്രോഫിറ്റ്, ക്വസ്റ്റ്യനിൽ തന്ന വെയ്റ്റ്, അത് വെച്ചിട്ട് വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വെയ്റ്റ്. അപ്പം ഇത് ഇൻറ്റു ഇത് ചെയ്താൽ 40,000. ദെൻ 60,000 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 1,20,000. 50,000 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 1,50,000. അപ്പോൾ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതാണ് വെയ്റ്റഡ് പ്രോഫിറ്റ് എടുത്ത് 40,000, 1,20,000, 1,50,000. ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് കിട്ടും 3,10,000. ഇനി ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റിന് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആക്കാൻ ഈ 3,10,000 ഡിവൈഡഡ് ബൈ 6. ഈ 6 എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ വെയ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് 6 കിട്ടും. അപ്പോൾ 3,10,000 ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ക്വസ്റ്റ്യനിൽ തന്ന നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ് വിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് കാണണമെങ്കിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആദ്യം കാണണം. എന്നിട്ട് ആ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്.
ഓക്കെ, ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കാണാൻ ഇതിപ്പോൾ ഈ ഇത്രയും പ്രോഫിറ്റിനാ ടോട്ടൽ ചെയ്യുക, അതിൻ്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് ഇവിടെ കിട്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.